ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഒരു ദുഃഖകരമായ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. അതായത് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തും ഞാൻ എന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സമയത്തൊക്കെ അദ്ദേഹത്തെ നിത്യം കാണാറുണ്ടായിരുന്നു. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBSന് ലാസ്റ്റ് ഇയർ പഠിച്ചിറങ്ങാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അസ്ലം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എറണാകുളം ആലുവ സ്വദേശിയാണ്. അദ്ദേഹം എൻ്റെ മാതിരി ഒരു ഭിന്നശേഷിക്കാരനായിരുന്നു. അപ്പോൾ ഇലക്ട്രോണിക് വീൽ ചെയറിൽ യാത്ര ചെയ്തുകൊണ്ടാണ് അദ്ദേഹം താമസിക്കുന്ന റൂമിൽ നിന്നും ക്ലാസ്സിലേക്ക് പോകാറുള്ളത്. ഇപ്പോൾ അടുത്തും ഒരാഴ്ച മുമ്പ് ഞാൻ മെഡിക്കൽ കോളേജിൽ എത്തി വെച്ച് കാണി സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഞെട്ടലോടാണ് ഞാൻ ആ വാർത്ത കേൾക്കുന്നത്. ഈ സമയം ഇന്ന് ഇഷായിൻ്റെ സമയത്ത് അദ്ദേഹം മരണപ്പെട്ടു എന്നറിഞ്ഞ് വളരെ ദുഃഖം ആയിപ്പോയി. കാരണം വളരെ ഞെട്ടലോട് കേട്ട സംഭവം ആയതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന് പറ്റിയതല്ല, അറ്റാക്കാണെന്നാണ് കേട്ടത്. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ക്ഷമ കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. പഠിച്ചവൻ അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിലായി കൊടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിരുന്നു. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആരോട് പറയാൻ വിട്ടുപോയി, അദ്ദേഹത്തിന് വളരെ ഏറെ താല്പര്യമുള്ള ഒരു വിഷയമുണ്ടായിരുന്നു. എന്നോട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ കോഴ്സ് കഴിഞ്ഞ് ഞാൻ MBBS കഴിഞ്ഞ് ഞാൻ ഡോക്ടറായി ഞാൻ സേവനം അനുഷ്ഠിക്കുന്ന സമയത്ത് ഏത് കാലഘട്ടത്തിലായാലും അദ്ദേഹം പാവപ്പെട്ട ആളുകൾ അദ്ദേഹത്തിനെ ചികിത്സക്കായി അദ്ദേഹത്തിൻ്റെ സമീപിക്കുകയാണെങ്കിൽ അവരോട് ഒരു ഫീസ് പോലും വാങ്ങാതെ അദ്ദേഹം ചികിത്സിക്കുമെന്നും പാവപ്പെട്ടവർക്ക് ഏത് വിധത്തിലും ചികിത്സ നൽകാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടെന്നുമുള്ള ഒരു പ്രചോദനം എനിക്ക് അദ്ദേഹം തന്നിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിട പറഞ്ഞു പോയത്. ഏതായാലും നമ്മളൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ പഠിക്കുകയാണെങ്കിലും എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമ്മൾക്കൊക്കെ ഇത് പെട്ടെന്നുള്ളൊരു മരണം നമ്മളെ മുന്നിൽ കാത്തിരിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ജീവിതം. നമ്മളെ ജീവിതം ഈ ദുനിയാവിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏത് സമയത്താണ് മരണപ്പെടുക എന്നറിയില്ല. അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.